പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ കൗതുകങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാണ് മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ അവിടുത്തെ അവസ്ഥ. ഒരു കാലത്ത് ബംഗാൾ ഭരിച്ച മുസ്ലിം ലീഗ് ഇന്ന് അതേ സംസ്ഥാനത്ത് കേവല സാന്നിധ്യമെങ്കിലും തെളിയിക്കാനാണ് ശ്രമിക്കുന്നത്. കോൺഗ്രസ് സിപിഐഎം ബന്ധത്തിന്റെ ഭാഗമായി തങ്ങളെയും പരിഗണിക്കണം എന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം ഇരു പാർട്ടികളും തള്ളി. സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഇത്തവണയും മുസ്ലിം ലീഗിന്റെ തീരുമാനം. നഷ്ടപ്രതാപങ്ങളുടെ ചാരത്ത് നിരാശ്രയരായി കഴിയുകയാണ് പശ്ചിമ ബംഗാളിൽ മുസ്ലിം ലീഗ്. ബംഗാൾ പ്രവിശ്യ സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് ഭരിച്ചിരുന്നത് മുസ്ലിം ലീഗ് ആയിരുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും ഇവിടെ നിന്ന് പാർട്ടിക്ക് മന്ത്രിമാരും എംപിയും എംഎൽഎയും ഒക്കെ ഉണ്ടായി. എന്നാൽ ഇന്ന് അങ്ങനെയല്ല അവസ്ഥ. നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. The Youth League has very rightly raised its voice within the party structure that the IUML deserves a more meaningful role within the UPA as well as a more meaningful role in any future UPA government within this country. Which means which I would suggest, we have asked our leadership to demand for cabinet portfolios if required if in the event of the UPA coming to power. ഒപ്പം കൂട്ടാൻ തയ്യാറാകാത്ത കോൺഗ്രസ് നിലപാടാണ് ബംഗാളിൽ മുസ്ലിം ലീഗിന് പ്രധാന തിരിച്ചടിയായത്. പരസ്പരം നീക്കുപോക്കുകൾക്ക് തീരുമാനിച്ച സിപിഎമ്മും കോൺഗ്രസും ഇക്കുറിയും മുസ്ലിം ലീഗിന്റെ അഭ്യർത്ഥന നിരസിച്ചു. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 6 മണ്ഡലങ്ങളിലെങ്കിലും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. പശ്ചിമ ബംഗാളിൽ സിപിഎമ്മിന് എന്ത് സംഭവിച്ചു എന്ന് ചർച്ച ചെയ്യുന്നതിന് സമാനമാണ് പശ്ചിമ ബംഗാളിൽ മുസ്ലിം ലീഗിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യവും. സഖ്യത്തിനായി മുട്ടിയ വാതിലുകളൊന്നും തുറക്കാത്ത സാഹചര്യത്തിൽ ലീഗിന്റെ നിലനിൽപ്പ് തന്നെ ബംഗാളിൽ പ്രതിസന്ധി നേരിടുകയാണ്. ക്യാമറമാൻ ഷോജി ചാവന്നാലിനൊപ്പം